കുറച്ച് ഗ്യാപ്പിന് ശേഷം ഹോം മേക്കേഴ്സ് ജേണലിൻ്റെ പാർട്ട് 4 ആണ്. അപ്പോൾ 2021 വരെയാണ് ഹോം മേക്കേഴ്സിനെ പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്ന ക്ലീനിങ് ചാർട്ട് അല്ലെങ്കിൽ ക്ലീനിങ് ഷെഡ്യൂളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ് ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ ക്ലീനിങ്ങിന് നമ്മൾ മെയിനായിട്ട് 4ആയിട്ട് തിരിക്കും. എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി ക്ലീനിങ്, മാസത്തിൽ ചെയ്യേണ്ടത് മന്ത്ലി ക്ലീനിങ്, ആഴ്ചയിൽ ചെയ്യേണ്ടത് വീക്ക്ലി ക്ലീനിങ്, പിന്നെ നമ്മൾ ഫെസ്റ്റിവൽ സീസണൽ ക്ലീനിങ്, അതായത് ഇപ്പോൾ പെരുന്നാൾ വരുമ്പോൾ, നോമ്പ് വരുമ്പോൾ, ദീപാവലി വരുമ്പോഴൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 4 തരത്തിലുള്ള പ്ലാൻ നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ ഹോം മേക്കേഴ്സ് ജേണലിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യവും എഴുതിയെടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, എനിക്ക് ജസ്റ്റ് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് രാവിലെ ചെയ്യേണ്ടതും ഉച്ചയ്ക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് 2ആയിട്ട് എഴുതിയെടുത്തു. അതുപോലെ തന്നെ കിച്ചണിൻ്റെ സെപ്പറേറ്റ് ചെയ്തിട്ട് രാവിലെ എന്തൊക്കെ ചെയ്യണം, രാത്രി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെടുത്തു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടാം. അതായത് നമ്മുടെ ഡെയിലി ക്ലീനിങ് ഹാബിറ്റ്സ്, ബേസിക് ആയിട്ടുള്ള ചിട്ടയോട് കൂടി ചെയ്യേണ്ട ചില ശീലങ്ങൾ വീട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇതിനകത്തേക്ക് എടുത്തെഴുതാം. രണ്ടാമത് കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സും ഒപ്പം തന്നെ ബേസിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ചില ശീലങ്ങളും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി അടുത്തത് റൈറ്റ് സൈഡിൽ വീക്ക്ലി ക്ലീനിങ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞുതരാം. അതാണ് ഇപ്പോൾ മിക്കവാറും ഡെയിലി ക്ലീനിങ് ഹാബിറ്റ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നമുക്ക് കുറച്ചും കൂടി മടി വരുന്നതും കുറച്ചും കൂടി എനർജി ആവശ്യമുള്ളതും ഈ വീക്ക്ലി ക്ലീനിങ് അല്ലെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിനാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീക്ക്ലി ക്ലീനിങ്ങും അതുപോലെ തന്നെ മന്ത്ലി ക്ലീനിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എൻ്റെ മാസ്റ്റർ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആവും. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീക്ക്ലി ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിങ്കളാഴ്ച ചെയ്യേണ്ടത് ഏത് റൂമാണ്, ചൊവ്വാഴ്ച ചെയ്യേണ്ടത് എന്ത് റൂമാണ്, അങ്ങനെ സാറ്റർഡേ വരെ ഉള്ളത്. സൺഡേ നമ്മൾ പ്രത്യേകിച്ച് വേറെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യില്ല. അങ്ങനെയാണ് നമ്മുടെ ഡീപ്പ് ക്ലീനിങ് തിരിച്ചിട്ടുള്ളത്. ഇത് റൂം ബൈ റൂം ക്ലീനിങ് ആണ്. നിങ്ങൾക്ക് പാർട്ടായിട്ട് ക്ലീൻ ചെയ്യാം, ഒരു ഏരിയ ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു മാസ്റ്റർ ബെഡ്റൂമാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം ക്ലീൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ മാറാല തൂക്കുക, സ്വിച്ച് ക്ലീൻ ചെയ്യുക, ലൈറ്റ് ക്ലീൻ ചെയ്യുക, ഡസ്റ്റ് ചെയ്യുക, അലമാരി. അപ്പോൾ ഓരോ വീട്ടിലെയും യൂസേജ് അനുസരിച്ചിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ വേണ്ടത്. ഇപ്പോൾ നല്ല എന്താ പറയുക, പൊടിയൊക്കെ കുറവുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് ക്ലീനിങ് ഉണ്ടാവുള്ളൂ. പക്ഷേ ടൗൺ ഏരിയയിലാണ് നല്ല പൊടിയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോഴും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെക്ക് ലിസ്റ്റ്, അതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കബോർഡും കാര്യങ്ങളൊക്കെ വേറെ എക്സ്ട്രാ വരും. ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ കിച്ചണിലാണ് വെക്കുന്നതെങ്കിൽ അതുണ്ട്, സിങ്ക് ഉണ്ട്. അപ്പോൾ വ്യത്യാസമുണ്ട്, ബെഡ്റൂമുകളെയും ലിവിങ് റൂമിനെ പോലെയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു എന്താ പറയുക ക്ലീനിങ് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇത് കൂടാതെ നമ്മുടെ ലൗണ്ടറി ഏരിയയിൽ നമുക്കിപ്പോൾ നിസ്കാര കുപ്പായം കഴുകാനുണ്ടാവും, നിസ്കാര പായ കഴുകാനുണ്ടാവും, അതുപോലെ വെള്ള ഡ്രസ്സ് കഴുകാനുണ്ടാവും, പുതിയ ഡ്രസ്സ് കഴുകാനുണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യും, കാരണം എൻ്റെ ലൗണ്ടറിയും കൂടി ഞാൻ ഈ ക്ലീനിങ്ങിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് മന്ത്ലി ക്ലീനിങ് ആണ്. മന്ത്ലി ക്ലീനിങ്ങിൻ്റെ അകത്ത് നമ്മൾ എല്ലാം ഒന്നും കൂടി ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാൻ ജസ്റ്റ് ഡസ്റ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ട്, ഭയങ്കര പൊടിയുള്ളൊരു റൂമാണെങ്കിൽ അത് നമുക്ക് മന്ത്ലി ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എടുത്തെഴുതും. അപ്പോൾ എല്ലാ ആഴ്ചയും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ മന്ത്ലി ക്ലീനിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും യൂസ് ചെയ്യാത്ത ഷെൽഫ്, അതുപോലെ തന്നെ അപ്പർ ബർത്തുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സീസണൽ ക്ലീനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് കറക്റ്റായിട്ട് ചെയ്തു പോരുന്നവരാണെന്നുണ്ടെങ്കിൽ സീസണൽ ക്ലീനിങ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കി വെക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ജസ്റ്റ് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹോം മേക്കേഴ്സ് ജേണലിൻ്റെ അകത്ത് എല്ലാം നമ്മൾ ബേസ് പ്ലാൻ, മീൽ പ്ലാനറിൻ്റെ തന്നെ ബേസ് പ്ലാൻ ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ നമുക്ക് വ്യത്യാസം വരുത്തി എടുക്കാം. പ്ലാനിങ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും പ്ലാനിങ്, എന്നാൽ മാത്രമേ അത് എഫിഷ്യൻ്റ് ആവുള്ളൂ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ഇതൊരു ബേസ് പ്ലാനറാണ്. അപ്പോൾ ഇതിന് വ്യത്യാസം വരുത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഴ്ചയിലുള്ള പ്ലാൻ, ഇപ്പോൾ ബുള്ളറ്റ് ജേണലിൻ്റെ അകത്ത് നമ്മൾ ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാനിങ്ങിലൊക്കെ കൊണ്ടുവരുമ്പോൾ വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ ബുള്ളറ്റ് ജേണൽ എന്ന ടേം ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്ലാനറാണ് കേട്ടോ. നമുക്ക് നമ്മളുടെ ലൈഫ് ഒന്നും കൂടി ഓർഗനൈസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, ഒന്ന് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനർ നമ്മൾ തന്നെ വരച്ച് തയ്യാറാക്കി എടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും പിന്നിൻട്രസ്റ്റിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാത്തിനെ കുറിച്ചിട്ടും എല്ലാ പേജുകളെ കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നേരത്തെ കണ്ട ചാർട്ടല്ലാതെ മറ്റൊരു ചാർട്ടും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ചിലപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇങ്ങനെ വരച്ച് പേനയും പേപ്പറും ഒക്കെ കൊണ്ടിരിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പുകൾ യൂസ് ചെയ്യാം. ക്ലീൻ മൈ ഹൗസ് എന്ന് പറയുന്ന പോലത്തെ ആപ്പുകൾ. പക്ഷേ അതിലാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലീനിങ്ങിനെ കുറിച്ച് ചെറിയ ധാരണയെങ്കിലും വേണം. അപ്പോൾ അതിനാണെങ്കിലും ഈ ഒരു പ്ലാനർ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം എഴുതിയെടുത്തിട്ടുള്ളത് ഓൾട്ടർനേറ്റ് ഡേ ക്ലീനിങ് ആണ്. അതായത് നമ്മളിപ്പോൾ എൻ്റെ മുറിയിൽ ഇപ്പോൾ ഞാൻ മാസ്റ്റർ ബെഡ്റൂം ക്ലീൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, റെഗുലറായിട്ട് എനിക്ക് ബെഡ്ഷീറ്റ് മാറ്റേണ്ട ആവശ്യം വരാറില്ല. എന്നാൽ ഇടവിട്ട ദിവസങ്ങളിൽ മാറ്റം വേണം. ഒരാഴ്ച വരെ നീട്ടി വെക്കാനായിട്ട് പറ്റില്ല. കാരണം പിള്ളേർ കളിക്കുന്നതും നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ബെഡ് ആയതുകൊണ്ട് തന്നെ ഒന്നരാടം എങ്കിലും അതിൻ്റെ ബെഡ്ഷീറ്റ് മാറ്റണം. അപ്പോൾ ഈ ഒന്നരാടം എന്നുള്ള സംഭവം, അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസം, രണ്ടിടവിട്ട ദിവസം, അങ്ങനെയുള്ള ഗ്യാപ്പുകൾ ഉള്ള ക്ലീനിങ് കാര്യങ്ങൾ നമുക്ക് എഴുതിയെടുക്കാൻ മറന്നു പോകാതെ എഴുതിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓൾട്ടർനേറ്റ് ഡേ ക്ലീനിങ് ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ എഴുതേണ്ടത് മൺഡേ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് പിന്നെ തേഴ്സ്ഡേ ക്ലീൻ ചെയ്താൽ മതിയെങ്കിൽ അതിൽ രണ്ടിലും എടുത്തെഴുതുക. അതല്ല മൺഡേ ക്ലീൻ ചെയ്യുന്നത് പിന്നെ വെനസ്ഡേ ആണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ മൺഡേയും വെനസ്ഡേയും എടുത്തെഴുതുക. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ഡേ ക്ലീനിങ് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാതെ ഇതാക്കാം. ആദ്യത്തെ കുറച്ച് നാൾ നമുക്കിങ്ങനെ ചെയ്യുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആഴ്ചയും ചെയ്യേണ്ട ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്. പിന്നെ വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ചെയ്യേണ്ട ക്ലീനിങ്ങുകൾ എഴുതിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ച ചെയ്യേണ്ട, മൂന്നാമത്തെ ആഴ്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതിയെടുക്കാം. സോ ഓൾട്ടർനേറ്റ് വീക്ക്ലി ക്ലീനിങ് ആണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ആ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ വീക്ക് 1, വീക്ക് 2, വീക്ക് 3 എന്ന് പറഞ്ഞിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ഇനി ഇപ്പുറത്തെ ഈ അറ്റത്ത് മന്ത്ലി ക്ലീനിങ്, അതുപോലെ തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ജനുവരി ചെയ്യേണ്ടത്, പിന്നെ ഫെബ്രുവരി ചെയ്യേണ്ട, പിന്നെ മാർച്ച് ചെയ്യേണ്ടത് അവിടെ എഴുതാം. സോ ജനുവരി, മാർച്ച് എന്താണ് ചെയ്യേണ്ടത് അത് നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്ടർ ടാങ്ക് കഴുകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരിയിൽ ചെയ്യാം, പിന്നെ അടുത്ത മാസം വേണ്ട, പിന്നത്തെ മാസം ചെയ്താൽ മതി. സോ ഒരുപാട് ഗ്യാപ്പ് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾട്ടർനേറ്റ് ഡേ ക്ലീനിങ് താല്പര്യമുള്ളവർക്ക് ഇതുപോലൊരു ചാർട്ടും നിങ്ങളുടെ ജേണലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹോം മേക്കേഴ്സ് ജേണലിൻ്റെ മറ്റു പാർട്ടുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും കാണാൻ വളരെ യൂസ്ഫുൾ ആകും. എൻ്റെ ലൈഫിൽ ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവന്ന ഒരു പ്ലാനറാണ് മീൽ പ്ലാനർ. അതുപോലെ തന്നെ ക്ലീനിങ് ചാർട്ടാണെങ്കിലും. സോ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാം വേണമെങ്കിൽ അത് ചോദിക്കാം. അതല്ല ഫോൺ നമ്പർ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.